നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിന്നിവിടെ നിൽക്കുന്നത് സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയത്തിൻ്റെ ഓഫീസിലാണ്, അതായത് ബിൽഡിങ്ങിലാണ്. അകത്ത് ഓഫീസും പുറത്ത് ചിത്ര ഗാലറിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിപ്പോഴും ഈ ഒരു ബിൽഡിങ് രാജകുടുംബത്തിൻ്റെയാണ് കേട്ടോ. രാജകുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ബിൽഡിങ്ങാണ്. കണ്ടോ, ഈ തൂണിൻ്റെ ഭംഗിയുണ്ടോ? പഴയ ബിൽഡിംഗ് ഇപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഗവൺമെൻറ് ഓഫീസ് പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പുറകെ കാണുന്നതെല്ലാം പഴയ ബിൽഡിങ്സ് ആണ്. ഇത് പഴയ പിക്ചേഴ്സാണ്. ഓരോ പിക്ചേഴ്സും ഓരോ കഥ പറയുന്നുണ്ടല്ലേ. പിക്ചേഴ്സിന് ആത്മാവുണ്ടെന്ന് തോന്നുന്നു. സത്യമാണ്, നമ്മൾ കാണുന്ന ഓരോ പിക്ചേഴ്സിനും ആത്മാവുണ്ട്. ആ ആത്മാവിലൂടെയാണ് അവർ കഥകൾ പറയുന്നത്. നമുക്ക് മുന്നേ ജീവിച്ചിരുന്നവർ, മൺമറഞ്ഞു പോയവർ എല്ലാവരും. സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയമാണ് പുറകെ പ്രവർത്തിക്കുന്നത്. കണ്ടോ, പഴയ സ്റ്റെപ്പാണ്. ഈ ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന ആ മോഡൽ സ്റ്റെപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് പെയിൻറ്റിങ്സ് ആണ്. ഇവിടെ ഈ മോഡൽ പെയിൻറ്റിങ്സ് വരച്ചു കൊടുക്കും കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം വരച്ചു കൊടുക്കും. പിന്നെ സ്റ്റാച്യൂസും വച്ചിട്ടുണ്ട് കണ്ടോ. ഒത്തിരി സ്റ്റാച്യൂസും ഇതേപോലെ വച്ചിട്ടുണ്ട്. ഇത് കണ്ണൂരുകാരുടെ ജീവൻ്റെ ജീവനായ മുത്തപ്പൻ. നോക്കി, ഇതൊക്കെ ഈ എന്താ പറയുക, തടിയിലും പിന്നെ ലോകത്തിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഓരോ പിക്ചേഴ്സും ഓരോ കഥ പറയുന്നുണ്ട്. പണ്ട് അനുഭവിച്ച കാര്യങ്ങളും ഒരു കലാകാരൻ്റെ ഭാവനയിൽ തെളിഞ്ഞു വന്നതാണ് കേട്ടോ. സീതാ അപകരണം നോക്കി. നമ്മുടെ ചുറ്റുമുള്ള എത്രയോ പേരുണ്ട് അല്ലേ, കലാകാരന്മാർ, ഒത്തിരി കഴിവുള്ളവർ. നമ്മൾ ആരും അറിയാതെ പോകുന്നുണ്ട്. ഒരുപാട് പേരെ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയോ നല്ല പ്രവൃത്തി ചെയ്യുകയോ ചെയ്താൽ അവരെ നമ്മൾ ചെയ്യുക, അഭിസംബോധന ചെയ്യുക, അവരെ നമ്മൾ അംഗീകരിക്കുക. അപ്പോഴവർക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി അറിവുള്ള കാര്യങ്ങളും, നിങ്ങൾ ഒരുപാട് പേര് കാണാതെ പോകുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ, എന്നെക്കൊണ്ട് കഴിയുന്നതിൽ മാക്സിമം നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കും കേട്ടോ. കുട്ടികൾക്ക് എല്ലാം ഇത് കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് കൊണ്ടുപോവുക.